എല്ലാവർക്കും നമസ്തേ. സുനിതയാണ്. ഇന്ന് കുംഭം രാശിയിലെ 2.25 നക്ഷത്രക്കാർക്ക് 2024 ഗ്രഹസ്ഥിതി അനുകൂലമായും പ്രതികൂലമായും എങ്ങനെയൊക്കെയാണ് സ്വാധീനിക്കുന്നതെന്നും ഏതേത് വിഷയങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതെന്നുമാണ് പറയാനായിട്ട് പോകുന്നത്. കുംഭം രാശിയിലെ 2.25 നക്ഷത്രം അവിട്ടത്തിന്റെ അരഭാഗം, ചതയം, പൂരുട്ടാതി മുക്കാൽ ഭാഗവും അടങ്ങിയതാണ്. 2024 ഗ്രഹസ്ഥിതി കുംഭം രാശിക്കാർക്ക് തൊഴിൽപരമായ അഭിവൃദ്ധി കൊടുക്കുന്നൊരു കാലഘട്ടം തന്നെയാണ്. അതിനു മുന്നേ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് എന്നോട് ആവശ്യപ്പെട്ടത് മിസ്റ്റർ വിഘ്നേഷ്, മിസ്റ്റർ രഞ്ജിത്ത്, ധാരാളം പേര് എന്നോട് ചോദിച്ചു. പക്ഷേ കമൻസ് ഒന്നും സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലാവർക്കും വെയിറ്റ് ചെയ്ത് ഇത്രയും വീഡിയോ ലേറ്റ് ആയിട്ട് പോലും വെയിറ്റ് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരോടും നന്ദിയുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നതിലും ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നതിലും നല്ല അഭിപ്രായങ്ങൾ പറയുന്നതിലും ഒക്കെ. ഈ വർഷം ജോലി സാധ്യത, തൊഴിൽപരമായി അഭിവൃദ്ധി ഉണ്ടാവുന്ന ഒരു കാലഘട്ടമായിട്ട് ഞാൻ പറഞ്ഞു. എന്തുകൊണ്ടാണ്? ധനലാഭഭാവങ്ങളുടെ ആധിപത്യമുള്ള വ്യാഴം 3-ാം ഭാവത്തിൽ നിന്നുകൊണ്ട് ലാഭസ്ഥാനത്തെ തന്നെ വീക്ഷിച്ചുകൊണ്ടാണ് 1 മെയ് 2024 വരെ നിൽക്കുന്നത്, അല്ലെ? 1 മെയ് 2024 ശേഷം ഈ ധനലാഭഭാവങ്ങളുടെ ആധിപത്യം വഹിച്ച വ്യാഴം 4-ാം ഭാവത്തിൽ നിന്നുകൊണ്ട് കർമ്മഭാവത്തെ വീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ കർമ്മ മേഖലയിൽ ധാരാളം അഭിവൃദ്ധി ഉണ്ടാവും. മാത്രമല്ല 11ാമത്തെ രാശിയാധിപതിയായ ഗ്രഹമാണ് കർമ്മഭാവത്തെ വീക്ഷിക്കുന്നതും. കുംഭം രാശി തന്നെ മേടം തുടങ്ങി 11ാമത്തെ രാശിയാണ്. ആ രാശിയിൽ ശനി ബലവാനായി, കാർമിക് പ്ലാനറ്റായ ശനി ബലവാനായി നിൽക്കുന്നതുമായ ഒരു കാലഘട്ടമാണ്, അല്ലെ? അതുകൊണ്ട് തന്നെ വലിയൊരു ലാർജ് സ്കെയിൽ ഓർഗനൈസേഷന്റെ ഭാഗമാകാൻ, അല്ലെങ്കിൽ ലാർജ് സ്കെയിൽ ബിസിനസിന്റെ ഭാഗമാകാൻ, അതും അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനികൾ പോലുള്ള അടുത്ത് വർക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ വലിയ ഒരു ടീമിനോടൊപ്പം വർക്ക് ചെയ്യാൻ, വലിയൊരു പ്രൊജക്ടിന്റെ ഭാഗമാകാനൊക്കെയുള്ള സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് 2024 എന്ന് പറയാൻ സാധിക്കും എന്നുള്ളതാണ്. എഞ്ചിനീയറിംഗ്, വിദേശം, സയൻസ് ആൻഡ് ടെക്നോളജീസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കൊക്കെയും ഈ കാലഘട്ടം അനുകൂലമാണ്. 1 മെയ് വരെയും വെർബൽ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ വരുന്ന പരീക്ഷകൾ, എക്സാമിനേഷൻസ് ആയിരുന്നാലും ഇന്റർവ്യൂസ് ആയാലും ഒക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. 1 മെയ്ക്ക് ശേഷം വളരെ തൊഴിൽപരമായ അഭിവൃദ്ധി ഉണ്ടാകേണ്ടതായ ഒരു കാലഘട്ടം ആയതുകൊണ്ട് 1 മെയ്ക്ക് ശേഷം ജോലിയിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത്. IELTS-ഉം OET-യും ഒക്കെ എഴുതാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാര് 1 മെയ് 2024 മുന്നേ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ഡേറ്റ് എടുക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ്. എന്നാൽ PR-നൊക്കെ അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഒരു കാലഘട്ടത്തിൽ കുറച്ചൊരു തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും അവിടെ ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ്. ടൂറിസം, അയാട്ട പോലുള്ള കോഴ്സൊക്കെ കഴിഞ്ഞ ആൾക്കാർക്കും ഈ കാലഘട്ടം അനുകൂലമാണ്. പഴയ സാധനങ്ങൾ അല്ലെങ്കിൽ പഴമ നിലനിർത്തുന്ന സാധനങ്ങൾ ദൂരദേശത്ത് നിന്നൊക്കെ കളക്ട് ചെയ്ത് വിൽപ്പന നടത്തുന്ന വ്യക്തികൾ, ആന്റിക്വ ഐറ്റംസ് ഒക്കെ ബിസിനസ് നടത്തുന്ന ആൾക്കാർ, ആയുർവേദ ഷോപ്പ് നടത്തുന്ന വ്യക്തികൾ, ഇവർക്കൊക്കെയും ഈ ഒരു സമയം അനുകൂലമാണ്. ഇൻകം ടാക്സ്, ജ്യോതിഷ ക്ലാസ് ഒക്കെ എടുക്കുന്ന അധ്യാപകര്, നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷൻ, NGO പോലെയുള്ള അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികൾ, റിപ്രൊഡക്റ്റീവ് എൻഡോക്രൈനോളജിസ്റ്റുകൾ, ഇവർക്കൊക്കെയും കരിയർ ഗ്രോത്ത് ഉണ്ടാവും. എന്തുകൊണ്ടാണ് ഈ റിപ്രൊഡക്റ്റീവ് എൻഡോക്രൈനോളജിസ്റ്റിനെയൊക്കെ പറയാനുള്ള കാര്യം? കർമ്മഭാവത്തിൽ സന്താനകാരകനായ വ്യാഴാണല്ലേ വീക്ഷിക്കുന്നത്. മാത്രമല്ല വൃശ്ചികം രാശി തന്നെയും റിപ്രൊഡക്റ്റീവ് ഓർഗൻസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു രാശി കൂടിയാണ് വൃശ്ചികം രാശി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കണക്ഷൻ വരുന്നത് കൊണ്ടാണ് അത്തരത്തിലുള്ള തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തികൾക്കും വളരെ തൊഴിൽ സാധ്യത, ഒരുപാട് കരിയർ ഗ്രോത്ത്, അവരുടെ പ്രൊഫഷനിൽ ഒരുപാട് ഗ്രോത്ത് ഉണ്ടാവുന്നതായ ഒരു കാലഘട്ടമായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ യോഗ ട്രെയിനേഴ്സിനൊക്കെയും ഈ കാലഘട്ടത്തിൽ ഒരുപാട് സാധ്യത കൂടുന്ന ഒരു കാലഘട്ടമായിട്ട് പറയാൻ കഴിയും എന്നുള്ളതാണ്. 1 മെയ് 2024 ശേഷം വീട്, വാഹനം, ലാൻഡ് പ്രോപ്പർട്ടീസ് ഒക്കെ വാങ്ങാനുള്ള യോഗം കൂടുതലാണ്. വിദേശത്ത് വീട് വാങ്ങാനും ഒരു മിനിമം 3 to 5 years എന്തെങ്കിലും ഒരു സാമ്പത്തിക ബാധ്യത അസറ്റ് വാങ്ങുന്നതിന്റെ ഭാഗമായിട്ടൊക്കെ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്ന് പറയാനായിട്ട് കഴിയും എന്നുള്ളതാണ്. വ്യാഴത്തിന് ധനലാഭഭാവങ്ങളുടെ ആധിപത്യം ഉള്ളതിനാൽ തന്നെ ധനാഭിവൃദ്ധിയും ധനം കൈകാര്യം ചെയ്യാനുള്ള സാമർഥ്യവും പൊതുവിൽ ഈ കുംഭം രാശിക്കാർക്ക് ഉണ്ട് എന്ന് പറയാം. എങ്കിലും ചന്ദ്രഭവനാധിപതിയായ ഗ്രഹത്തിന്, അതായത് ശനിക്ക് 12ാമത്തെ രാശിയാധിപത്യം ഉള്ളതുകൊണ്ടും ക്ഷയവൃദ്ധി യുധ എന്നാണ് ഹോരാശാസ്ത്രത്തില് ആചാര്യൻ
ഈ കുംഭം രാശിക്കാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ധനാഭിവൃദ്ധിയൊക്കെ ഉണ്ടാവുമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ക്ഷയിച്ചും ഇടയ്ക്കിടയ്ക്ക് വർദ്ധിച്ചും വരിക നിമിത്തമായി ചിലപ്പോൾ ദരിദ്രവും ചിലപ്പോൾ പ്രഭുത്വവും അനുഭവിക്കേണ്ടതായ ഒരു അടിസ്ഥാന യോഗം ഉണ്ട് എന്നാണ് ആചാര്യൻ അവിടെ പരാമർശിക്കുന്നത്. ഈ ഒരു യോഗം നിലനിൽക്കുന്നതിനാൽ തന്നെ 1 മെയ് 2024 മുതൽ 4ാം ഭാവത്തിലെ വ്യാഴത്തിന് 12ാം ഭാവത്തിലോട്ടുള്ള സ്വാധീനം കൊണ്ടും ഒക്കെ തന്നെയും, അതായത് ഈ കാലഘട്ടത്തിൽ ഈ ഒരു ഫലത്തിനെ ആരോപിക്കാനുള്ള കാരണം എന്തുകൊണ്ടാണ്? അതായത് 12ാം ഭാവം എന്ന് നഷ്ടഭാവമാണ്. നഷ്ടഭാവത്തിന്റെ ആധിപത്യമുള്ള ഗ്രഹം തന്നെ ചന്ദ്രനോടൊപ്പം സഞ്ചരിക്കുന്നതായ ഒരു കാലഘട്ടവും മാത്രമല്ല, വ്യാഴവും 12 നഷ്ടഭാവത്തിലോട്ട് ദൃഷ്ടി ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് 1 മെയ് 2024 ശേഷം. അതുകൊണ്ട് തന്നെ വളരെ അടിസ്ഥാനപരമായിട്ട് അവർക്ക് ധനപരമായ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാവും എന്നൊക്കെ ഒരു ഫലം ഉണ്ടെങ്കിലും, പക്ഷെ അവിടെ ചില കാലഘട്ടത്തിൽ ആ ധനത്തിനൊരു ക്ഷയവും കുംഭം രാശിയിൽ ആരോപിക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ നഷ്ടസാധ്യതകൾ അവിടെ ഉണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ ധനം കൈകാര്യം ചെയ്യുമ്പോൾ ഈ കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധയോടെ ഒരുപാട് തവണ ആലോചിച്ചിട്ടും ഡിസ്കഷൻസ് കുടുംബത്തിനകത്തൊക്കെ ഡിസ്കസ് ചെയ്തിട്ടും വേണ്ടപ്പെട്ടവരോടൊക്കെ ചർച്ച ചെയ്തിട്ടും വേണം നമ്മളൊരു ഓരോ ധനവും എല്ലാ ധനവും അല്ല, വളരെ ഒരു ബൾക്കായിട്ടൊക്കെ ഉള്ള ഡീലുകൾ, അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നു, വീട് വാങ്ങണോ, എന്തൊക്കെ അങ്ങനെയൊക്കെ വരുമ്പോൾ വലിയൊരു ഹ്യൂജ് ട്രാൻസാക്ഷൻസ് നടക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. അല്ലാതെ എല്ലാ ചിലവുകളും അങ്ങനെ ചെയ്യണം എന്നല്ല പറഞ്ഞു. ഹ്യൂജ് ട്രാൻസാക്ഷൻസ് എപ്പോഴും വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. എല്ലാ കാലഘട്ടത്തിലും ധനം നിൽക്കും എന്നുള്ളൊരു അമിത ആത്മവിശ്വാസം, ഇപ്പൊ ഒരു ക്യാഷ് ഫ്ലോ ഒക്കെ ഉണ്ടായി വരും, അവർക്ക് സ്വാഭാവികമായിട്ട് ക്യാഷ് ഫ്ലോ ഉണ്ടാവും അവരുടെ ജീവിതത്തിൽ. പക്ഷെ അത് എല്ലാ കാലഘട്ടത്തിലും നിലനിൽക്കും എന്നുള്ള അമിത ആത്മവിശ്വാസം ഇല്ലാതെ നാളത്തേക്കായിട്ടുള്ള കരുതലോടും കൂടിയായിരിക്കണം ഏത് കാലഘട്ടവും അവരുടെ ജീവിതത്തിൽ കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളൊരു തിരിച്ചറിവും ഉണ്ടാകണം എന്നുള്ളതാണ്. ധനപരമായ തകർച്ച ഉണ്ടാകാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഫ്യൂച്ചറിലേക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളത് സാധാരണ കോമൺ ആയിട്ട് എടുക്കുന്ന ഒരു സൊല്യൂഷൻ. അതിനുപരിയായിട്ട് നമുക്ക് എന്ത് കാര്യങ്ങളൊക്കെയാണ് ഈ രാശിക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നത് ധനപരമായി തകർച്ച ഉണ്ടാവാതെ നമ്മളൊരു ബാലൻസ്ഡ് ആയിട്ട് ആ ജീവിതത്തിനെ കൊണ്ടുപോകാനായിട്ട്? അതായത് അവർക്ക് ഒന്നിലധികമായ മേഖലയിൽ നിന്നുകൊണ്ട് ധനസമ്പാദനം നടത്താനുള്ള അടിസ്ഥാന യോഗം നിലനിൽക്കുന്നതായ വ്യക്തികളാണ് കുംഭം രാശിക്കാർ. അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കുക, എന്തുകൊണ്ടാണ് അവർക്ക് ഒന്നിലധികമായ മേഖലയിൽ നിന്നുകൊണ്ട് ധനസമ്പാദനം നടത്താമെന്ന് പറയുന്നതിന് കാരണം എന്ന്. അപ്പോൾ എല്ലാപ്പോഴും ഞാനല്ലേ എക്സ്പ്ലെയിൻ ചെയ്യണം, ഒന്ന് ചിന്തിച്ചു നോക്കാം. അതുകൊണ്ട് തന്നെ ഒരു മെയിൻ ആയിട്ടുള്ള ഇൻകം പ്ലസ് ഒരു എക്സ്ട്രാ ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള സോഴ്സ് നിങ്ങളുടെ കഴിവിൽ നിന്നുകൊണ്ട് നിങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിൽ കൂടുതലുള്ള സാധ്യത, ആ പ്ലാനറ്ററി പൊസിഷൻ വെച്ചിട്ടുള്ള സാധ്യത കൃഷി എന്തുകൊണ്ടാണ് കൃഷി പറഞ്ഞത്? ശനിയല്ലേ, ചന്ദ്രഭവനാധിപതി, കർമാധിപതി എന്ന് പറയുന്നത് ചൊവ്വയല്ലേ. അതുകൊണ്ട് തന്നെ കൃഷി അനുയോജ്യമാണ്. മത്സ്യകൃഷി അനുയോജ്യമാണ്. എന്തുകൊണ്ടാണ് മത്സ്യകൃഷി? 2ാം ഭാവം എന്ന് പറയുന്നത് ധനഭാവത്തിൽ ആരാ നിൽക്കുന്നത്? ഏത് രാശിയാണ്? മീനം രാശിയല്ലേ, അത് മത്സ്യത്തിന്റെ രാശിയല്ലേ. അതുകൊണ്ട് തന്നെ മത്സ്യകൃഷി. അർത്ഥഭാവനിരത എന്ന് പറയുന്നുണ്ടല്ലേ, അതായത് അതുകൊണ്ട് തന്നെ ഹൊരയിൽ തന്നെ പറയുന്നത് അർത്ഥഭാവനിരത എന്ന്. അതുകൊണ്ട് തന്നെ എന്ത് പറയാൻ പറ്റും? പാപകർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ചെറിയ ക്രൂരമായ കർമ്മങ്ങൾ എന്ന് പറയാം. അതിനെ എങ്ങനെ പറയാൻ പറ്റും? നമ്മുടെ പോൾട്രി ഫാം പോലുള്ള കാര്യങ്ങൾ, കാറ്റിൽ ഫാമിങ്, അതായത് മാംസത്തിന് വേണ്ടിയുള്ള ബിസിനസ്, അതിൽ നിന്നൊക്കെ ധനസമ്പാദനം നടത്താനുള്ള യോഗമുണ്ട്. കർമാധിപതി ചൊവ്വയായതുകൊണ്ടും കൂടെ തന്നെയാണ് അങ്ങനെ പറഞ്ഞത്. മാത്രമല്ല ശനിയുടെ സ്വാധീനം കൂടെ കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഹോട്ടൽ ബിസിനസ്, സ്റ്റിച്ചിങ്, മോട്ടോർ വെഹിക്കിളിൻ്റെയൊക്കെ വർക്ക്ഷോപ്പുകൾ, റിയൽ എസ്റ്റേറ്റ്, പ്ലേ ഗ്രൗണ്ടൊക്കെ ഡിസൈൻ ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അത് കൺസ്ട്രക്ഷൻ റിലേറ്റഡ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന വ്യക്തികൾ, റിയൽ എസ്റ്റേറ്റ് മേഖല, അതുപോലെ തന്നെ മെറ്റീരിയൽസിൻ്റെ ഒക്കെ, അത് എന്തെങ്കിലും റോ മെറ്റീരിയൽസ്, അതുപോലെ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്, എന്തെങ്കിലുമൊക്കെ ടൂൾസുകൾ, ഇത്തരത്തിലൊക്കെയുള്ള ബിസിനസ് നടത്തുന്ന വ്യക്തികൾക്കും അങ്ങനെയുള്ള എക്സ്ട്രാ ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് വേറൊരു തരം ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പ്ലസ് ഇങ്ങനെ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനും കഴിയും എന്നുള്ള, അങ്ങനെ 2 തരം ഇൻകം ഉണ്ടെങ്കിലും അവരുടെ ആ ജീവിതത്തിൽ ഈ പറഞ്ഞ പോലെ ഒരു സാമ്പത്തികമായിട്ട് 2 എക്സ്ട്രീം സിറ്റുവേഷനിൽ അവർ പോവാതെ ബാലൻസ്ഡ് ആയിട്ട് നിൽക്കാനായിട്ട് സഹായിക്കും എന്ന് പറയാൻ കഴിയും എന്നുള്ളതാണ്. 2ാം ഭാവപതി വ്യാഴമായതുകൊണ്ട് തന്നെ
വേറെ എന്ത് കാര്യം ചിന്തിക്കാൻ പറ്റും? ട്യൂഷൻ സെന്റർ പോലുള്ള, അത് വിദ്യാഭ്യാസം അല്ലേ? രണ്ടാം ഭാവം ധനം, വിദ്യാ, വാക്ക് അല്ലേ രണ്ടാം ഭാവം? മാത്രമല്ല വ്യാഴമല്ലേ, വ്യാഴം എന്ന് വെച്ചാൽ ഗുരു അല്ലേ? അതുകൊണ്ട് തന്നെ ട്യൂഷൻ സെന്റർ, കൗൺസിലിങ്, അതുപോലെ കുടുംബപരമായിട്ടൊക്കെ ചിലപ്പോൾ ബിസിനസ് ഇവിടെ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അച്ഛനൊക്കെ ബിസിനസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകാൻ ശ്രമിച്ചിരുന്നാലും അതിൽ നിന്നും ഒരു എക്സ്ട്രാ ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതായത് നമ്മൾ സെക്കൻഡറി ഇൻകം എന്ന് പറയുന്നത് വളരെ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ലാതെ, എന്തെങ്കിലും സർവീസ് ഓറിയന്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ, അല്ലെങ്കിൽ ഗ്രാജുവലി നമുക്ക് പ്രോഫിറ്റ് വന്നതിന് ശേഷം ഒരു റീഇൻവെസ്റ്റ് ചെയ്തൊക്കെ അതിനെ ഒരു നല്ലൊരു രീതിയിൽ കൊണ്ടുപോകാന്നുള്ളത്. ആദ്യമേ കയറി ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ഒന്നും അങ്ങനെ ചെയ്യരുത്. അങ്ങനെ എന്തായാലും അങ്ങനെ ഒരു എക്സ്ട്രാ ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മാർഗം കണ്ടുപിടിക്കുന്നത് ഈ രാശിക്കാർക്ക് എന്തുകൊണ്ടും എല്ലാ കാലഘട്ടത്തിലും ഒരു നിലനിൽപ്പിന് കാരണമാകുമെന്നും പറഞ്ഞു കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ്. ഫസ്റ്റ് മെയ് 2024 വരെ സാമ്പത്തികമായ പുരോഗതിയും പ്രയത്നങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കി തരുന്നൊരു കാലഘട്ടമായിട്ട് പറയണം. ബിസിനസ് പ്രോഗ്രസ് ഉണ്ടാവും. കുടുംബത്തിന്റെ പിന്തുണയും സാമ്പത്തിക കാര്യത്തിൽ വളരെ വിവേകത്തോടെയുള്ള തീരുമാനങ്ങൾ എടുക്കാനും ഫസ്റ്റ് മെയ് 2024 വരെ കഴിയും എന്ന് പറയാൻ കഴിയും. പ്രയത്നങ്ങൾക്ക് അംഗീകാരങ്ങളും പ്രൊമോഷൻ, സാലറി റിവിഷനും ഒക്കെയും ഉള്ള സാധ്യത കാലഘട്ടത്തിൽ ഉണ്ട്. ഫസ്റ്റ് മെയ് 2024 ശേഷം വ്യാഴം 4ാം ഭാവത്തിൽ സഞ്ചരിക്കുകയും വീട്, വാഹനം, ഓഫീസ് സ്പേസ്, ലാൻഡ് പ്രോപ്പർട്ടീസ്, റിയൽ എസ്റ്റേറ്റ് മേഖല, റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഡെവലപ്മെന്റ്, ഇത്തരത്തിലുള്ള വളരെ പ്രാധാന്യമുള്ള വിഷയങ്ങൾക്കായി ധനനിക്ഷേപങ്ങൾ നടത്താനുള്ള സാധ്യത ഇവിടെ വളരെ കൂടുതലാണ്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞു, എടുത്തു ചാടി ധനനിക്ഷേപങ്ങൾ നടത്തരുത്. കാരണം വ്യാഴത്തിന് 8, 12 ഭാവങ്ങളിലോട്ടുള്ള വീക്ഷണം ഉണ്ട്. അതുകൊണ്ട് തന്നെ ധനനഷ്ടത്തിനുള്ള സാധ്യതകളും ധനം പെട്ടെന്ന് ബ്ലോക്ക് ആവാനുള്ള പോസിബിലിറ്റീസും അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഒരു ലോങ് ടേം, ഈ കാലഘട്ടത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് കൂടുതലും ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള തരത്തിൽ മാത്രമേ, അല്ല ഒരു ഷോർട്ട് പീരീഡിനുള്ളിൽ നമുക്ക് നല്ലൊരു റിട്ടേൺസ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ സേഫ്. ഇപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ, ഇപ്പൊ റിയൽ എസ്റ്റേറ്റ് മേഖലയിലായാലും ഒക്കെ തന്നെ ഇപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ വ്യാഴം 5ാം ഭാവത്തിൽ അടുത്ത വർഷം വരുമ്പോൾ നല്ല റിസൾട്ട് കിട്ടും എന്ന് പറയാൻ കഴിയും. അടുത്ത വർഷമാണെങ്കിൽ 5ാം ഭാവത്തിൽ വ്യാഴം നിന്നുകൊണ്ട് 11ാം ഭാവത്തെ തന്നെ വീക്ഷിക്കും. അപ്പൊ നല്ല, അത് മാത്രമല്ല 2ാം ഭാവപതി ആയ ഗ്രഹമാണ് വ്യാഴം. അത് 11ാം ഭാവത്തെ തന്നെ വീക്ഷിക്കുമ്പോൾ നല്ല റിട്ടേൺസ് ആ കാലഘട്ടത്തിൽ കിട്ടുമെന്ന് നമുക്ക് പ്രോമിസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. കുടുംബ, വീട്, സ്വത്ത് ഇതൊക്കെ സംരക്ഷിക്കാനുള്ള മനോഭാവം നിലനിർത്തണം. അതൊക്കെ ഉയർച്ചയ്ക്ക് കാരണമാകും. കുടുംബ വീട് വിൽക്കാനുള്ള ആശയം ഉള്ള വ്യക്തികളാണ് എങ്കിൽ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ ആ കുടുംബ വീടൊക്കെ സംരക്ഷിച്ച് നിലനിർത്തണം. വിൽക്കാനായിട്ട് ശ്രമിക്കാതിരിക്കുകയാണ് നല്ലത്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, 2ാം ഭാവം കുടുംബഭാവം അല്ലേ, 2ാം ഭാവപതിയെയാണ് നഷ്ടഭാവമായ 12ാമത്തെ രാശിയിലോട്ട് വീക്ഷിക്കുന്നത് ഫസ്റ്റ് മെയ് 2024 ശേഷം. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെയുള്ള ചിലപ്പോൾ ഒരു റോങ് ഡിസിഷൻസ് ഒക്കെ എടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. 4ാം ഭാവം എന്നാണ് വീടിന്റെ ഭാവം അല്ലേ. 4ാം ഭാവത്തിൽ ചെന്നതുകൊണ്ട് 12ാം ഭാവത്തെ വീക്ഷിക്കുമ്പോഴത്തേക്കും കുടുംബ വീടൊക്കെ വിറ്റിട്ട് പുതിയ വീട് വെക്കാം, അല്ലെങ്കിൽ കുടുംബ വീട് ഇടിച്ചു കളഞ്ഞിട്ട് പുതിയ വീട് വെക്കാം, ഇങ്ങനെയൊക്കെയുള്ള ആശയങ്ങൾ ഉണ്ടാവാം. അപ്പൊ പലരുടെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. എന്നിരുന്നാലും എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ ആ വീടൊക്കെ നിലനിർത്താനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ പാരൻസിന്റെ ഒരു വിയർപ്പ് അധ്വാനം അല്ലേ കുടുംബ വീട് എന്നൊക്കെ പറയുമ്പോൾ, അതിനെയൊക്കെ കുടുംബ വീടൊക്കെ നിലനിർത്തുക എന്ന് പറയുന്നത് എപ്പോഴും ഒരു അത് എസ്പെഷ്യലി ഈ കുംഭം രാശിക്കാർക്ക് അങ്ങനെ നിലനിർത്തി പോകുന്നത് നല്ലതാണ്. നമ്മളിപ്പോൾ അധ്വാനിച്ച് വെക്കുന്ന ഒരു വീട് നമ്മുടെ കുട്ടികൾ വിൽക്കുകയോ ഒക്കെ വിൽക്കുകയോ അല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തുമാത്രം പെയിൻ ഉണ്ടാവും എന്നുള്ളൊരു മനോഭാവം കൂടെ കണക്കിലെടുത്ത് വേണം അങ്ങനെയുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ടെന്ന് പറയാൻ പറ്റും. അത് മാത്രമല്ല, ഈ കുടുംബ പരദേവത, കുടുംബ വീട് ഇതൊക്കെ എപ്പോഴും സംരക്ഷിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുകയും വേണം. അതൊരു നമ്മുടെ ഒരു നിലനിൽപ്പിന്റെ ഒരു ഭാഗം കൂടിയാണെന്ന് പറയണം. വീട് വാടകയ്ക്ക് കൊടുക്കുമ്പോഴും കൃത്യമായ ഒരു എഗ്രിമെന്റ്സ്, ധാരണയും ഒക്കെ ഉണ്ടാകണം എന്നുള്ളതാണ്. സഹോദരങ്ങളോട് സ്നേഹവും സഹകരണവും നിലനിർത്തണം ഈ കാലഘട്ടത്തിൽ. മാനസികമായിട്ടും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യത്തിൽ ശ്രദ്ധ കൊടുക്കണം. അഡിക്ഷൻസ് ഉണ്ടാകരുത്. വളരെ ശക്തവും വ്യക്തവുമായ തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് സാധിക്കുന്നതായ ഒരു കാലഘട്ടമാണ്. ഈ വർഷം നല്ല കാഴ്ചപ്പാടുകളും യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളുന്ന മനോഭാവവും പക്വതയും പാകതയും ഉണ്ടാകുന്ന സമയമാണ് എന്ന് പറയാൻ കഴിയും. എന്തുകൊണ്ടാണ്? വളരെ പക്വതയും പാകതയുള്ള ഒരു ഗ്രഹമാണ് ചന്ദ്രനോടൊപ്പം സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ പറഞ്ഞത്. ശനി വളരെ പക്വതയും പാകതയുള്ള ഒരു ഗ്രഹമാണ്. 7ര ശനി ജന്മശനിയാണ് നടക്കുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും വിചാരിക്കും അല്ലേ, ദുഃഖവും പരാജയങ്ങളുടെയും കാലഘട്ടമാണ് 7ര ശനി എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും.
അപ്പോൾ അത് അങ്ങനെ ഒരു മനോഭാവം നമ്മുടെ എവിടുന്നൊക്കെയോ കേട്ട അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്ത തന്നെ, ആ ഒരു ബോധം തന്നെ ആദ്യം മാറ്റണം എന്നുള്ളതാണ്. അതായത് നമുക്ക് എല്ലാ കാലഘട്ടങ്ങളെയും നന്നായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. അത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് നമുക്ക് അറിഞ്ഞാൽ അത് നന്നായിട്ട് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും. ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ ധാരാളം റോഡ് ആക്സിഡൻറ്റുകളൊക്കെ കേൾക്കാറുണ്ട് അല്ലേ. എന്ന് വെച്ചിട്ട് നമ്മൾ റോഡിൽ യാത്ര ചെയ്യാതെ ഡ്രൈവ് ചെയ്യാതെ ഇരിക്കുകയാണോ ചെയ്യുന്നത്? അതൊക്കെ ചെയ്യും. എല്ലാ റൂൾസ് റെഗുലേഷൻസ് പ്രൊസീജിയർ ഉണ്ട്. ഏതൊരു വിഷയത്തിനും അതിൻ്റെതായ റൂൾസ് റെഗുലേഷൻസ് പ്രൊസീജിയർ ഉണ്ട്. ഈ റൂൾസ് റെഗുലേഷൻസ് പ്രൊസീജിയർ ബൈപ്പാസ് ചെയ്ത് പോകുമ്പോഴാണ്, അല്ലെങ്കിൽ അതിനെ ഫോളോ ചെയ്യാതിരിക്കുമ്പോഴാണ് അവിടെ അബദ്ധങ്ങൾ ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് റോഡ് ആക്സിഡന്റ് ഉണ്ടാകുന്നത് അങ്ങനെ തന്നെയാണ്. ആ ഒരു അബദ്ധം ഉണ്ടാകുന്നത് ആ പ്രൊസീജിയർ ഫോളോ ചെയ്യാതിരിക്കും, അല്ലെങ്കിൽ അതിനെ ബൈപ്പാസ് ചെയ്ത് പോകുമ്പോൾ ഒക്കെയാണ് ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞ പോലെയാണ് ശനിക്ക് ഒരുപാട് റൂൾസ് റെഗുലേഷൻസ് പ്രൊസീജിയർ ഉള്ള ഒരു ഗ്രഹമാണ് ശനി. അതിനെ ഓവർടേക്ക് ചെയ്യാൻ നോക്കിയാൽ, അല്ലെങ്കിൽ അതിനെ ബൈപ്പാസ് ചെയ്യാൻ നോക്കിയാൽ, അതിനെ ഫോളോ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ദുഃഖവും ബുദ്ധിമുട്ടും അപമാനവും ഒക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷെ അതിൻ്റെ നിബന്ധനകളെ നമ്മൾ ഫോളോ ചെയ്തു കഴിഞ്ഞാൽ, അതിനെ മനസ്സിലാക്കി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാനും കഴിയും എന്നുള്ളതാണ്. ശനി സാഹചര്യങ്ങളുടെ വിശകലനം ചെയ്ത് കൃത്യതയോടെ പ്രവർത്തിക്കാനും നന്നായി വിലയിരുത്താനും ശരിയായ കാര്യം ചെയ്യാനും യുക്തിയും പ്രായോഗിക ബുദ്ധിയും തരുന്നതായ ഒരു ഗ്രഹമാണെന്ന് പറയാൻ കഴിയും. ഒപ്പം മന്ദൻ എന്ന് വെച്ചാൽ അലസപ്രകൃതനാണ്, മടിയും തരും. എന്നാൽ മടിയിലോട്ടൊന്നും, ആ മടി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലോട്ടൊന്നും നമ്മൾ ശ്രദ്ധ കൊടുക്കാതെ നമ്മൾ അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലോട്ട് ശ്രദ്ധ കൊടുത്തു പോയി കഴിഞ്ഞാൽ നല്ലത് തന്നെയായിരിക്കും. മെഡിക്കൽ പ്രൊഫഷണൽസ്, ലോയേഴ്സ്, എല്ലാ റൂൾസ് റെഗുലേഷൻസ് പ്രൊസീജിയറൊക്കെ ഫോളോ ചെയ്ത് പോകുന്ന എല്ലാ പ്രൊഫഷനിലും ഉണ്ടെങ്കിലും കൂടുതൽ ഏതൊക്കെ പ്രൊഫഷനിൽ ചിന്തിക്കാൻ പറ്റും? മെഡിക്കൽ പ്രൊഫഷണൽസ്, ലോയേഴ്സ്, അക്കൗണ്ട്സ് റിലേറ്റഡ് ജോബ്സ്. അക്കൗണ്ട്സിലൊക്കെ അങ്ങനെയല്ലേ, എല്ലാ റൂൾസും ഫോളോ ചെയ്തില്ലെങ്കിൽ ശരിയാവില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ. അഡ്മിനിസ്ട്രേറ്റേഴ്സ്, സോഷ്യൽ വർക്കേഴ്സ്, ഇവർക്കൊക്കെയും ഈ കാലഘട്ടം അനുകൂലമാണ് എന്ന് പറയാൻ കഴിയും. ജോലിയിൽ കൃത്യതയും ആത്മാർത്ഥതയും ഉണ്ടാവും. മാനസികവും ശാരീരികവുമായ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ്. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്യാനായിട്ട് സാധിക്കും ഈ കാലഘട്ടത്തിൽ. ശനി നമ്മളിൽ കൊണ്ടുവരാനായിട്ട് ചില കാര്യങ്ങൾ ശ്രമിക്കും, ചില ക്വാളിറ്റീസ് നമ്മളിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. കാരണം ഞാൻ പറഞ്ഞു, അതൊരു കാർമിക് പ്ലാനറ്റാണ്, യോഗി പ്ലാനറ്റാണ്. തീർത്തും ഭൗതികമായ കാര്യങ്ങളിലോട്ട് നമ്മളെ കൂടുതൽ ശ്രദ്ധ കൊടുപ്പിക്കാതെ നമ്മൾ ചെയ്യേണ്ട പല ഉത്തരവാദിത്തങ്ങളും, പല ക്വാളിറ്റീസ്, സ്ഥിരോത്സാഹം, ശ്രദ്ധ, ഏകാഗ്രത, അച്ചടക്കം, ഒരു ഓർഗനൈസേഷൻ, സ്ഥിരത, ഡെഡിക്കേഷൻ, ഉത്തരവാദിത്തം, ഡിറ്റാച്ച്മെന്റ്, ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കി തരും. അതായത് എന്താണ് ഈ ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്? അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ സ്കൂളിൽ കൊണ്ടാക്കുമ്പോൾ നമുക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടം ഉണ്ടാവില്ല, അച്ഛൻ്റെ അമ്മയുടെ അടുത്തുകൂടെ നിൽക്കാനായിരിക്കും താല്പര്യം ഉണ്ടാവുക. പക്ഷെ അവിടെ നിന്ന് നമ്മൾ അവരിൽ നിന്ന് ഒരു അകറ്റി മനഃപൂർവ്വമായിട്ട് ഫോഴ്സ്ഫുള്ളി നമ്മളെ സ്കൂളിൽ കൊണ്ടാക്കും അല്ലേ. അപ്പം അതിന് കാരണം എന്തുകൊണ്ടാണ്? അതായത് അവിടെ ഇമോഷൻസോ ഫീലിങ്സോ അല്ലെങ്കിൽ അതൊന്നും അല്ല, മറിച്ച് നമ്മുടെ ഉത്തരവാദിത്തങ്ങളിലോട്ട്, ആ 3 വയസ്സിലെ നമ്മുടെ ഉത്തരവാദിത്തങ്ങളിലോട്ട് ഫോഴ്സ്ഫുള്ളി നമ്മളെ വിടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെയാണ് ഫോഴ്സ്ഫുള്ളി ഈ ശനിയുടെ കാലഘട്ടം, ഏഴര ശനിയുടെ കാലഘട്ടം ഫോഴ്സ്ഫുള്ളി നമ്മളെ പല കാര്യങ്ങളിലും നമുക്ക് അന്നേരം വിഷമിക്കുമായിരിക്കും, നമ്മൾ സങ്കടപ്പെടുമായിരിക്കും, ഒക്കെ ചെയ്യുമായിരിക്കും. പക്ഷേ ആ സങ്കടത്തിനും വിഷമങ്ങൾക്കും ഒക്കെ ഒരു കാരണം ഉണ്ടാവും. പല അകൽച്ചകൾക്കും ഓരോ കാരണങ്ങൾ ഉണ്ടാവും. ആ കാരണങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് നമുക്ക് സ്ഥിരമായിട്ട് ആ വിഷമങ്ങൾ അതിലോട്ട് ചെന്ന് പെട്ടുപോകുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഫോഴ്സ്ഫുള്ളി ആ ശനി നമ്മളെ പല കാര്യങ്ങളിലോട്ടും പ്രേരിപ്പിക്കും. അത് നമ്മുടെ ഉയർച്ചയ്ക്കും നമുക്ക് പാകത ഉണ്ടാക്കാനും നമ്മളെ വികാരങ്ങളല്ല യാഥാർത്ഥ്യങ്ങളാണ് അവിടെ ഉൾക്കൊള്ളേണ്ടതെന്നുള്ള തിരിച്ചറിവുണ്ടാക്കി തരാനുമായിട്ടാണ് എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ ഏഴര ശനിയെയും കണ്ടക ശനിയൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് എന്നുള്ള ഒരു തിരിച്ചറിവിടെ ഉണ്ടാവണം. അതായത് നമ്മൾ പലതിനും ചില ബൗണ്ടറി ഫിക്സ് ചെയ്യേണ്ടി വരും. ആ ബൗണ്ടറി ഒക്കെ ഫിക്സ് ചെയ്യാനായിട്ട് നമ്മൾ പഠിപ്പിക്കുന്ന ഒരു സമയമാണ് ഈ ഏഴര ശനി. ഇപ്പൊ ജന്മശനി ആയിരുന്നല്ല അങ്ങനെയൊക്കെ തന്നെ. പക്ഷെ ആ ഒരു സമയത്ത് നമ്മൾ ആരോഗ്യപരമായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ള അച്ഛൻ്റെ അമ്മയുടെ ആരോഗ്യകാര്യത്തിൽ, കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ, നമ്മുടെ സ്വന്തം ആരോഗ്യകാര്യത്തിൽ, സാമ്പത്തിക കാര്യത്തിൽ, ഇതിലെല്ലാത്തിലും തന്നെ ഒരു അച്ചടക്കവും പക്വതയോ ആയിട്ടുള്ള ഒരു തീരുമാനങ്ങളും അല്ലെങ്കിൽ ശ്രദ്ധയും കരുതലും ഉണ്ടാവണം എന്നുള്ളൊരു വിഷയം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. എഞ്ചിനീയറിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കൊക്കെയും പുതിയ പ്രോജക്ട്സ് ഒക്കെ കിട്ടാനുള്ള സാധ്യത ഈ കാലഘട്ടത്തിലുണ്ട്. പക്ഷേ
ഈ കാലഘട്ടത്തിൽ കോട്ട് ചെയ്യുന്ന ഈ ഒരു നല്ലൊരു വർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു കോമ്പറ്റീഷന്റെ ഭാഗമായിട്ടൊക്കെ കോട്ട് ചെയ്യുമ്പോഴത്തേക്ക് ലോ കോസ്റ്റ് ഇട്ട് കോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. അങ്ങനെ കോട്ട് ചെയ്യുകയാണെങ്കിൽ നഷ്ടം ഉണ്ടാകുമെന്നൊന്നും പറയാൻ പറ്റില്ല, അങ്ങനെ തീർത്തും നഷ്ടമൊന്നും ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ലാഭം ഉണ്ടാവില്ല എന്നുള്ളതാണ്. ലോ കോസ്റ്റ് ഇട്ട് കോട്ട് ചെയ്താൽ വേറൊരു വിഷയം എന്ന് വെച്ചാൽ ലോ കോസ്റ്റ് ഇട്ട് നമ്മൾ കോട്ട് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകുമ്പോഴേക്കും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാതെയൊക്കെ വരുമ്പോൾ ചിലപ്പം തേർഡ് പാർട്ടി ഇൻസ്പെക്ഷനോ അതിൻ്റെ ക്വാളിറ്റി ഇൻസ്പെക്ഷനോ ഒക്കെ ഉണ്ടാകുമ്പോഴേക്കും അതിൽ പേയ്മെൻ്റ് ഒക്കെ ഹോൾഡ് ആവാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. കാരണം എന്ന് വെച്ചാൽ രണ്ടാം ഭാവാധിപതിയായ ഗ്രഹം അഷ്ടമഭാവത്തിലും കൂടെ വീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ അതവിടെ പേയ്മെൻറ്റുകളൊക്കെ ഹോൾഡ് ആയി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള റിസ്ക് ഒന്നും നമ്മൾ ഏറ്റെടുക്കാനായിട്ട് പോകരുത്. വർക്ക് കിട്ടണം എന്ന് വിചാരിച്ചിട്ട് എന്ത് പ്രൈസ് കിട്ടങ്ങ് കോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. മിനിമം ഒരു റിസ്ക്കും ആ മിനിമം പ്രോഫിറ്റും ഒക്കെ വെച്ച് അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടേ കോട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. സഹോദരങ്ങളോട് വിട്ടുവീഴ്ച മനോഭാവം നിലനിർത്തണം. സഹോദരങ്ങളുടെ ആരോഗ്യകാര്യത്തിലൊക്കെയും ശ്രദ്ധ കൊടുക്കണം എന്നുള്ളത് തീർത്തും നഷ്ടം ഉണ്ടാക്കുന്ന എന്ന് വെച്ചിട്ട് തീർത്തും നഷ്ടം ഉണ്ടാക്കുന്ന ഒരു സമയമൊന്നും അല്ല. പലതും നേടിയെടുക്കാനും ധനം വ്യയം ചെയ്യുന്ന ഒരു സമയമാണ്. രണ്ടാം ഭാവത്തിലെ രാഹു രണ്ടിലെ രാഹു എന്ന് പറഞ്ഞാൽ അധിക ചെലവുകളെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സ്വാധീനമാണ് രണ്ടാം ഭാവത്തിലെ രാഹുവിനെ കൊണ്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത് എന്ന് പറയാൻ പറ്റും. വിദ്യാഭ്യാസ പുരോഗതിയൊക്കെ ഉണ്ടാവും. ദൂരദേശത്ത് പോയി പഠിക്കാനുള്ള ആഗ്രഹമുള്ളവർക്ക് ഈ കാലഘട്ടം അനുകൂലമാണെന്ന് പറയാം. സഹോദരങ്ങളോട് പറഞ്ഞു വിട്ടുവീഴ്ച മനോഭാവമൊക്കെ ഉണ്ടാവണമെന്ന് പറഞ്ഞു. അതിന് കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ മൂന്നാം ഭാവത്തിലോട്ട് ശനിയുടെ വീക്ഷണം ഉള്ളത് കൊണ്ടൊക്കെയാണ് അങ്ങനെ പറഞ്ഞത്. അത് ചൊവ്വയുടെ രാശി കൂടെയല്ലേ, അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അങ്ങനെ പറയാനുള്ള കാരണം. അപ്പോൾ ഇതൊക്കെയാണ് കുംഭം രാശിക്കാർക്ക് കുംഭം രാശിക്കാരുടെ 2024 കുറച്ച് എൻ്റെ വീക്ഷണത്തിൽ നിന്നുകൊണ്ടുള്ള കുറച്ച് ഫലം. അപ്പോൾ ഇതിൽ ഒരാൾ എനിക്ക് കമൻറ്റ് ചെയ്തു, എൻ്റെ പ്രഡിക്ഷനിൽ കൂടുതലും സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു ഫലപ്രവചനം നടത്താറില്ല എന്നും പുരുഷന്മാരെ ഫോക്കസ് ചെയ്തിട്ടാണ് ഫലം പറയുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഞാൻ അങ്ങനെ ആരെയും ഒരു ജാതി, വർഗം, വർണ്ണം, ജെൻഡർ അങ്ങനെ ഒന്നും ഫോക്കസ് ചെയ്തിട്ടല്ല. ഒരു എല്ലാ മേഖലയിലും സ്ത്രീകളുണ്ട് അല്ലേ, എല്ലാ മേഖലയിലും സ്ത്രീകളുണ്ട്. ഞാൻ ആദ്യം ജോലിക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ഇവിടെ ട്രാൻസ്പോർട്ടേഷനിലാണ് പോകുന്നത്. അപ്പോൾ ആ ട്രാൻസ്പോർട്ടേഷനിൽ ഒരു 99 എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു അങ്കിള് മാത്രമാണ് ആ ട്രാൻസ്പോർട്ടേഷനിൽ പുരുഷനായിട്ടുണ്ടായിരുന്നത്, ബാക്കി എല്ലാ സ്ത്രീകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ റെസ്പോൺസിബിലിറ്റീസും പുരുഷനും സ്ത്രീയും ഒരുപോലെ, ഒരു കുടുംബത്തിലെ എല്ലാ ഉത്തരവാദിത്തം സ്ത്രീയും ഒരുപോലെ ഏറ്റെടുക്കുകയും ഒരുപോലെ ഉള്ള ഒരു രീതിയിൽ പോവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അതിൽ ഏത് മേഖലയിലും സ്ത്രീകളും ഉണ്ട് പുരുഷന്മാരും ഉണ്ട്. അപ്പം അങ്ങനെ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ചിന്ത എന്തുകൊണ്ടുണ്ടായി എന്ന് എനിക്കറിയില്ല. എൻ്റെ ഞാൻ കാണുന്ന ഈ ലോകത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത്, എൻ്റെ വീക്ഷണത്തിലൂടെ നിന്നിട്ട്. അവിടെ അങ്ങനെ എല്ലാ മേഖലയിലും എല്ലാ സ്ത്രീയും പുരുഷനും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് 2024 പൊതുവായ കുറച്ച് ഫലങ്ങൾ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഉപകാരപ്രദമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയുക കേട്ടോ. ഇനിയും കാണാം. ബൈ.